മിസ്സേ ഞാൻ ഈ ഒരു മെസ്സേജ് മിസ്സിന് അയക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അത് സാധിച്ചില്ല. ഇപ്രാവശ്യത്തെ എക്സാമിനാണ് എനിക്ക് എന്തായാലും ഇത് അയക്കാൻ പറ്റും. സന്തോഷത്തോടെ ഞാൻ മിസ്സിനോട് പറയാണ്, മിസ് എനിക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അതിൽ ജനറൽ പേപ്പർ ഞാൻ ഒരു ക്ലാസ് ഞാൻ ആര് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മിസ്സിൻ്റെ ക്ലാസ് തന്നെ ആയിരിക്കും. കാരണം ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് സെറ്റ് എക്സാം എഴുതിയത് കഴിഞ്ഞ പ്രാവശ്യം. അതിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കാര്യമായിട്ട് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ടാണ് പോയത്. പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ യൂട്യൂബിൽ ക്ലാസ് അവിടെ ഇവിടെയൊക്കെ തപ്പി കണ്ടപ്പം എനിക്ക് മിസ്സിൻ്റെ ക്ലാസ്സാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ ആ ക്ലാസ് വെച്ചിട്ട് കുറച്ച് ക്ലാസ് വെച്ച് ഞാൻ കണ്ടുപോയിട്ടാണ് എനിക്ക് ഫസ്റ്റ് എക്സാമിന് ജനറൽ പേപ്പറിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് പോയി. പേപ്പർ 1ഉം പേപ്പർ 2ഉം സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കിയപ്പോൾ എനിക്ക് പോയി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ 2ാമത്തെ എക്സാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എഴുതിയപ്പം അതുകൊണ്ട് ഞാൻ മിസ്സിൻ്റെ ക്ലാസ് കണ്ടിട്ട് തന്നെ എഴുതുള്ളൂ എന്ന് കരുതി ഞാൻ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മിസ്സിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അത് ഈ ക്ലാസ്സിനല്ലായിരുന്നു, മറ്റേ ലാസ്റ്റ് ഒരു 10 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ലൈവ് സെക്ഷനായിട്ട് മോർണിംഗിൽ അത് ജോയിൻ ചെയ്തത് നല്ല വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നോട്ട്സൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചെറിയൊരു മാർക്കിൻ്റെ വേരിയേഷൻ കഴിഞ്ഞ പ്രാവശ്യം സെറ്റും പോയി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മിസ്സിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ക്ലാസ്സിന് ജോയിൻ ചെയ്തു. പക്ഷേ അപ്പോഴും ഞാൻ പറയട്ടെ, എനിക്ക് കുറേ സാഹചര്യങ്ങൾ കാരണം മിസ്സിൻ്റെ ക്ലാസ് എനിക്ക് വേണ്ട പോലെ കാണാനേ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ 6 മാസത്തെ കോച്ചിങ്ങിന് 5 മാസത്തെ കോച്ചിങ്ങിന് ചേർന്നെങ്കിലും അത് വെച്ച് ഞാൻ ഫുള്ള് ക്ലാസ് കണ്ടിട്ടില്ല. സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ ക്ലാസ്സുകൾ കാര്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ മിസ്സിൻ്റെ ലൈവ് ക്ലാസ്സും അതുപോലെ യൂട്യൂബിൽ ഉള്ള ക്ലാസ്സും തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബേസിൽ വെച്ചിട്ടാണ് എനിക്കിപ്പോൾ ജനറൽ പേപ്പർ കിട്ടിയത്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മിസ്സിൻ്റെ ക്ലാസ് വൃത്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു സ്കോർ തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എൻ്റെ പല സാഹചര്യങ്ങളും കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ എന്തായാലും മിസ്സിൻ്റെ പേര് മാത്രമേ ഒരാളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ. കാരണം പേപ്പർ 1ൽ ഇത്രയും നല്ലൊരു ക്ലാസ് മിസ്സ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്, എന്തായാലും മിസ്സേ ഒരുപാട് നന്ദി, താങ്ക്സ്. മിസ്സിൻ്റെ ക്ലാസ്സാണ് എന്നെ ജനറൽ പേപ്പറിന് എനിക്ക് പാസ്സാവാനായിട്ട് പറ്റിയത്. മിസ്സിൻ്റെ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ജനറൽ പേപ്പർ കിട്ടും എന്നല്ല, അത്യാവശ്യം നല്ലൊരു സ്കോർ മാർക്ക് വാങ്ങാൻ തന്നെ നമുക്ക് പറ്റും. നമ്മളുടെ ലാസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ വോയിസ് ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടത്. സെറ്റ് എക്സാമിന് നമുക്കറിയാം, നമുക്ക് 2 സെക്ഷനായിട്ടാണ് എക്സാം. രാവിലത്തേത് 120 മാർക്കിൻ്റെ ജനറൽ പേപ്പർ ഉണ്ട്, ഉച്ച കഴിഞ്ഞ് നമ്മളുടെ സബ്ജക്റ്റും ഉണ്ട്. രാവിലത്തെ നമ്മൾക്ക് നടക്കുന്ന പേപ്പർ 1ന് 120 മാർക്കിന് എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ബിഎഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളായി എനിക്കെല്ലാം ടച്ചും വിട്ടുപോയി എന്നൊക്കെ ഓർത്തിരിക്കുന്നവരാണെങ്കിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പേപ്പർ 1ന് നല്ലൊരു പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റ് പാസ്സാവാനായിട്ട് പറ്റും. നമ്മൾക്ക് 3 വർഷമായിട്ട് ഈ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെയും നല്ല ഒരു റിസൾട്ട് നമ്മളുടെ കുട്ടികൾക്കുണ്ടായിട്ടുണ്ട്. ഈ ലൈവ് സെഷൻ മാത്രം അറ്റൻഡ് ചെയ്ത് ഒരുപാട് കുട്ടികൾ ഈ ഒരു സെറ്റ് എന്ന് പറയുന്ന കടമ്പ കടന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സെറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഹൈംസ് അക്കാഡമി എന്ന് പറയുന്നത്. വെറും 18 ലൈവ് സെഷൻസിലൂടെ, അതും ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് പറ്റിയ സമയത്ത് വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെറ്റ് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കോച്ചിങ് ആണ്. കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.